ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കവായി ജേർണൽ സപ്ലൈസ് ചെയ്താലോ? അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോസ് ചെയ്യുന്നത്. ക്രാഫ്റ്റിൻ്റെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഷോർട്സിൽ പണ്ട് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 വീഡിയോസ് ഞാൻ ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയല്ലോ ക്രാഫ്റ്റ് ഷോർട്സ് ഇടാൻ. അപ്പം അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. സോ എനിക്ക് കുറേ ദിവസമായിട്ട് പനിയായിരുന്നു, അതാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. ഇനി നമ്മൾ കൃത്യമായി വീഡിയോസൊക്കെ ഇടും കേട്ടോ. പിന്നെ നമ്മൾ വേറെ വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഫുൾ നമ്മൾ സപ്ലൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്കെച്ചസും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പാറ്റേൺ പേപ്പറാണ് കേട്ടോ. പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 വൈറ്റ് പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ജേർണൽ ചെയ്യാനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ കുറേ ജേർണൽസ് ചെയ്യാനുള്ള സപ്ലൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 4 പാറ്റേൺ പേപ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വോയിസ് ഓവർ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ പറയുന്നത് വോയിസ് വന്നില്ല, വീഡിയോ റെക്കോർഡായി, വോയിസ് വന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആദ്യം വോയിസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പാറ്റേൺ കവായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന ഗ്രിഡ് ലൈൻസ് ആണല്ലോ. അതാണ് ഞാൻ ആദ്യം തന്നെ ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തത് ബ്ലൂ കളറിൽ. ഇനി നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്നത്, നേരത്തെ ഗ്രിഡ് ലൈൻസിൽ ചെറി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് ചെറി ഇല്ലാണ്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് വേറൊരു രീതിയിലാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇതിൽ വരയ്ക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഒരു പാവേന വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു പാവേന. അത് മറിഞ്ഞിടിച്ച് വീണായിരുന്നു എൻ്റെ സ്കെയിൽ കൊണ്ടിട്ട്. പിന്നെ അത് വീണുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വലിയ ടിപ്പ് വെച്ചിട്ടും വരച്ചു, അത് കഴിഞ്ഞിട്ട് ചെറിയ ടിപ്പ് വെച്ചിട്ടും വരച്ചു. ഇത് ഡബിൾ കളറായിട്ടാണ് വന്നത്, ഗ്രീനും യെല്ലോ ആയിട്ടാണ് വന്നത്. പണ്ട് ഞാൻ ഇത് രണ്ടും ഡബിൾ കളേഴ്സായിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു. പിന്നെ ഇപ്പോൾ ചെയ്തപ്പോൾ 2 കളറിൽ വന്നു ഗൈസ്. എന്തായാലും രസമുണ്ടായി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, ഞാൻ ആദ്യം ചെറി വരച്ച കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ചെറി വരയ്ക്കാൻ പോയി ഞാൻ. അപ്പോൾ ചെറി മാറ്റിയിട്ട് ഞാനതിന് വരച്ചത് മറ്റേ ഹാർട്ട് ഷേപ്പായിപ്പോയി. അങ്ങനെ അതും മാറ്റിയിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് സ്ട്രോബെറി ഷേപ്പിലാക്കിയിട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറീസ് നമ്മൾ കവായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്ട്രോബെറി അല്ല വരുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ സ്ട്രോബെറി തീമിൽ റെഡ് കളർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയത് ആരെങ്കിലും ശ്രദ്ധിച്ചോ ഗൈസ്? അപ്പോൾ എന്തായാലും അതിൻ്റെ മേളിൽ കൂടെ ഗ്രീൻ കളർ ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് തന്നെയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റത്തെ അല്ല, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺ പേപ്പർ. ഇത് നമ്മൾ ചുമ്മാ റെഡല്ല, പേർപ്പിൾ ഹാർട്ട്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത വാഷി ടേപ്സ് ഉണ്ടാക്കാം. അപ്പോൾ വാഷി ടേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. വൈറ്റ് പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാം. അപ്പോൾ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് വീതി കൂടിപ്പോയിട്ടുണ്ടായി, പക്ഷേ ഞാൻ പിന്നെ കട്ട് ചെയ്തില്ല ഗൈസ്, മടിയാണ്. ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ 5 പേപ്പറുണ്ട്, പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് 4 പേപ്പറുള്ളൂ. കാരണം ഒരെണ്ണം അത് ഒന്ന് കീറിപ്പോയി. അപ്പോൾ ഞാനതെടുത്ത് വേസ്റ്റ് പിന്നിൽ ഇട്ടു. അപ്പോൾ നമുക്ക് 4 ഉള്ളൂ. അപ്പോൾ 4 കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം ചെയ്യാനല്ലേ 4 മതി. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, ഇപ്പം ഞാൻ ആദ്യം കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇത് ഒരെണ്ണം ചെയ്യാനുള്ളതല്ല, കുറേ ചെയ്യാനുള്ളത് കിട്ടിയെന്ന്. 2-3 ചെയ്യാനുള്ളതുണ്ട് കേട്ടോ ഈ ഒരു സപ്ലൈ. അപ്പോൾ നമ്മളിതാ റെഡ് ഹാർട്ട്സ് ഒരു പേപ്പറിൽ വരച്ചു. അതിനുശേഷം ഒരു കട്ടിയുള്ള പേപ്പറാട്ടോ ഇത്. ഈ ഒരു കട്ടിയുള്ള പേപ്പറല്ല, ഇത് ഒരു ടൈപ്പ് ഒരു സംഭവം. ഇതൊരു കാർഡ്ബോർഡിൻ്റെ വേറെ ടൈപ്പ്. നമ്മുടെ ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, ബുക്കിൻ്റെ ചട്ട, അതുപോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ബുക്കിൻ്റെ ചട്ടയല്ല ഇതൊരു എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാനിതുപോലെ റോൾ ചെയ്തിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഈ ഒരു വെള്ള പേപ്പറിൽ നമ്മൾ ഹാർട്ട്സ് വെച്ചല്ലോ, അത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതിലൊരു അബദ്ധം പറ്റി ഗൈസ്. വേറൊരു പീസ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചട്ട പോലത്തെ. ഞാനിതെടുത്ത് ഒട്ടിച്ചു വെച്ചു.
അപ്പോൾ അത് പ്രശ്നമായി ഗൈസ്. അപ്പോൾ ഞാനത് പിന്നെ പറിച്ച് കളഞ്ഞിട്ട് നേരത്തെ ഇപ്പം പറഞ്ഞല്ലോ ഒരു പീസ് മുറിച്ച് വെച്ചു, ആ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഇനി വലിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു പാവുത്തം പറ്റി, അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കരുതായിരുന്നു, അത് പറിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കുകയായിരുന്നു ചെയ്യേണ്ടത്. പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അത് ഒട്ടിച്ചു കൊടുത്തത്. പറയുന്നത് മനസ്സിലാവുമെന്നോ എനിക്കറിയില്ല കേട്ടോ, കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് കുറേ നേരം സംസാരിക്കുമ്പോൾ ഞാൻ വേറെ എന്തോ പറഞ്ഞു പോവും. അപ്പോൾ എന്തായാലും അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പറയുമ്പോൾ മനസ്സിലായെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഓക്കെ, അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ എങ്ങനെയൊക്കെയോ ശരിയാക്കി. അങ്ങനെ ഞാൻ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ ഡിസൈൻസിൽ. എനിക്കിതിൽ ഹാർട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഹാർട്ട്സും ഗ്രിഡ് ലൈൻസും ആണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇനി നമുക്കടുത്ത് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം സിമ്പിളാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സ് വരയ്ക്കാൻ അറിയില്ലാത്തവർക്ക് ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇത് നമുക്ക് സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ വരയ്ക്കണമല്ലോ. അപ്പോൾ അത് വരയ്ക്കാൻ അറിയില്ലാത്തവർക്കൊരു ഇതാണ്. നമ്മൾ ഗൂഗിൾ എടുക്കുക, അത് സെർച്ച് ചെയ്യുക. നമുക്ക് കവായി സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് കിട്ടും. അതിൽ ഞാൻ ഈ ഒരു കൊറിയൻ ഗേളുടെയും കുറേയൊക്കെ സ്റ്റിക്കേഴ്സ് എടുത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി എടുത്തു. അതിനുശേഷം നമ്മൾ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ട്രേസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ നമ്മുടെ സൗണ്ട് കൂട്ടുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവും. പ്രസ് അല്ലാണ്ടാകുമ്പോൾ ഇതാവും. അങ്ങനെ മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലോക്കാവും, ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ അത് അൺലോക്കാവും. അങ്ങനെ എന്തായാലും അത് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് വരച്ചെടുക്കണമെന്ന് ഫോണിൽ ചാർജിലായിരുന്നു, അപ്പോൾ വരച്ചെടുക്കണമെന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഞാൻ എടുത്തിട്ടിട്ടില്ല അതിനകത്ത്. അങ്ങനെ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തു കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. ഈ പേപ്പറിലേക്ക് നമ്മൾ ഓയിൽ എടുക്കുന്നുണ്ട്, എണ്ണ ഫുള്ളായിട്ട് തേച്ച് വെച്ച്. ഞാൻ എന്തൊക്കെയോ കാണിച്ചാണ് തേക്കണത്. ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ ഫുള്ളായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, എവിടെയൊക്കെ തേക്കാത്തുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ ഗ്ലൂ വെച്ചിട്ട്, നമ്മുടെ സാധാരണ പശ ഉണ്ടല്ലോ, കുറേ നാളിരിക്കണമെങ്കിൽ ആ പശ എടുക്കരുത്, മറ്റേ സ്റ്റിക്ക് അതെടുക്കാവുള്ളൂ. അല്ല നമുക്ക് പിന്നെ പിറ്റേ ദിവസം തന്നെ എടുക്കണമെങ്കിൽ നമുക്കത് ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത്. ഞാൻ ഫെവിക്കോളാണ് കേട്ടോ എടുക്കുന്നത്. മറ്റേ ഗ്ലൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സെലോ ടേപ്പ് ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സെലോ ടേപ്പ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സെലോ ടേപ്പിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചു കൊടുത്താലും മതി. അതിന് ശേഷം നമ്മളിതാ ഒരെണ്ണം ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കൂടി, അതിനകത്ത് പശയില്ലാത്തതുകൊണ്ടായിരിക്കാം, അത് ഞാൻ ഒന്നും കൂടി പശ തേച്ചിട്ട് ഒട്ടിച്ചു. അങ്ങനെ അത്ര ശരിയായിട്ടുണ്ട്. മേലെ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് സ്റ്റാമ്പ്സാണ് വേണ്ടത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് രാവിലെയാണ്. ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ഭയങ്കര സമയം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ രാവിലെയാണ്. അതാണ് കേട്ടോ കളർ വ്യത്യാസം. അപ്പോൾ രാവിലെ നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേപ്പറാണ്. ഈ പേപ്പറിന് നമുക്കൊരു കുറേയൊക്കെ ഇങ്ങനെയായിട്ട് മടക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റാമ്പ്സാണ് ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്, കാരണം കുളമായിപ്പോയി. ഞാൻ ഇത് വെട്ടണേൻ്റെ പ്രശ്നമാണ് കേട്ടത് കേട്ടോ. ഞാനൊരു വൃത്തിയില്ലാണ്ടാണ് വെട്ടി കൊടുത്തത്. അത് കാരണം കൊണ്ട് തന്നെ എന്തൊക്കെയോ ചിലതിൽ വെട്ടിയില്ല, ചിലത് പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. വൃത്തിക്ക് വെട്ടി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, എന്നാൽ കുഴപ്പമുണ്ട്. എൻ്റെ പ്രശ്നത്തിലായിരുന്നു, എനിക്ക് അത്ര ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നതും. അങ്ങനെ അതൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ സൈസിലായിട്ട് ഇങ്ങനെ, ഓരോ സൈസിലല്ല, ഓരോന്ന് ആ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്, കാരണം പെട്ടെന്ന് തീർന്ന് പോകുന്നുണ്ട്. അത് കാരണം കൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഇതിൽ നമുക്കിനി പെയിൻറ്റ് ചെയ്യണമല്ലോ. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാൾ ഗ്രിഡോടെ മേളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തുള്ള ഒരു ഡിസൈനായിട്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ റെഡ് കളർ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്.
വൈറ്റ് കളർ സർഫസ് ഫുള്ള് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുക. താഴെയൊക്കെ ഞാൻ അടിച്ച സ്ഥലത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റെഡ് കളർ ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചുമ്മാ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല, എനിക്ക് പറ്റില്ലായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തു. ചുമ്മാ വൃത്തിക്കൊന്നുമല്ല കേട്ടോ ഒന്നും ചെയ്തിരിക്കണത്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല, കാരണമാണ്. അപ്പോൾ ഇനി അതിൻ്റെ മേൽക്കടെ ആദ്യം പേർപ്പിൾ വെച്ചിട്ട് മേലടിച്ചു. പിന്നെ ഞാൻ മനസ്സിലായി തെളിയില്ലാന്ന്. അങ്ങനെ ഞാൻ ഗ്രീൻ വെച്ചിട്ട് പിന്നെ അതിൻ്റെ താഴെ കൂടെ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ കണ്ടില്ല, മേളിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ ചെയ്തെടുത്തിട്ട് എണ്ണമൊന്നും ഞാൻ നോക്കിയില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലേബിൾസാണ് കേട്ടോ. അപ്പോൾ ലേബിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് വൈറ്റ് പേപ്പർ തന്നെയാണ് കേട്ടോ. ഇനി വൈറ്റ് പേപ്പർ നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്നും വേണ്ട, സ്കെയിൽ വേണമെന്നില്ല, എനിക്ക് എന്ത് വേണം വെച്ചിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുടി അങ്ങോട്ട് ഞാൻ വരയ്ക്കുന്ന കോൺസെൻട്രേറ്റ് ആയപ്പോൾ കണ്ടില്ല മുടി ചാടണയൊന്നും. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ വരയ്ക്കുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നിങ്ങൾക്ക് ഞാനിവിടെ സൈഡിൽ പിന്നെ വളയ്ക്കണ്ടായിരുന്നു ഇടയ്ക്ക്. എന്തായാലും ഞാൻ എൻ്റെ ഹാർട്ട്സൊക്കെ വരച്ചു കൊടുത്തു, ബേസ് പിങ്ക് വെച്ചിട്ട്. പിന്നെ കുറേ ഔട്ട്ലൈനും വരച്ചു കൊടുത്തു. അങ്ങനെ ഔട്ട്ലൈനല്ല, ഒരു ലൈൻ ഉള്ളിലായിട്ട്, ആ ഒരു കോളത്തിൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെ പിന്നെ എൻ്റെ മുടി ഫ്രണ്ടിലോട്ട് ചാടിയിട്ടിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. താഴെ ഞാൻ വെട്ടിക്കുത്തി ഇട്ടേക്കണത് വരച്ച് തെറ്റിപ്പോൾ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി അത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യണം ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് വരയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് ജേർണൽ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടുന്നതാണ്. പിന്നെ ഞാൻ ഷോർട്സായിട്ടും പബ്ലിഷ് ചെയ്യാം. പിന്നെ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ഇല്ലാണ്ട് ഞാൻ കട്ട് ചെയ്ത് പോയി സൈഡ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ഇല്ലാണ്ട് തന്നെ കട്ട് ചെയ്തു കിട്ടും. പക്ഷേ ഇത് ഞാൻ ലാസ്റ്റ് ഒട്ടിക്കുന്നില്ല, വേറെ ജേർണൽ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഫുൾ ജേർണൽ സപ്ലൈസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണൽ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ജേർണൽ സപ്ലൈസും ഉൾപ്പെടുത്തിയിട്ടില്ല. കുറേയൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ജേർണൽ തന്നെ ചെയ്യും, വേറെ ജേർണൽസ്. അങ്ങനെ പറഞ്ഞ് ഫുൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. ഇത് ഞാൻ മറ്റേ സാൻറിയോ തീമിലുള്ള ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജേർണലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ജേർണൽ ടൈം ആയിട്ടുണ്ട് കേട്ടോ. സാൻറിയോ തീമിലുള്ള ജേർണൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നെ അത് ഞാൻ ചെയ്തില്ല കേട്ടോ, മടി കാരണം കൊണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം മൊത്തം ഞാൻ എടുക്കാം അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ നമ്മുടെ പാറ്റേൺ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നടുവെച്ചിട്ട് കീറി അതിനെ പച്ച തേച്ചിട്ട് ഞാൻ എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ ലാസ്റ്റ് പച്ച തേച്ചൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന പീസ് മേളിലുമായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്നും തൂക്കാറില്ലാത്തതാണ്, പിന്നെ ഞാൻ വെറുതെ ഇങ്ങോട്ട് തൂത്തു, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ആ വാശി ടേപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ഫുള്ള് തേക്കണത് പശ. അങ്ങനെ നമ്മുടെ മരത്തിൻ്റെ സ്റ്റാമ്പ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കുട്ടീനെ വെച്ച് കൊടുത്തു. ഇതിൽ ഏറ്റവും എനിക്കിഷ്ടം കുട്ടീനെയാണ്. അപ്പോൾ ആ കുട്ടീനെയും കൂടെ വെച്ച് കൊടുത്തു. സൈഡിലായിട്ട് സ്റ്റിക്കർ, പിന്നെ താഴെയായിട്ടൊരു സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വാശി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ സ്റ്റിക്കർ പറിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമായിരുന്നു. പിന്നെ ഈ വലിയൊരു ലേബലല്ല ഇത്, ലേബലല്ല, ഇതെന്തുവാന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ വെച്ച് കൊടുത്തു സൈഡിലായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാമ്പ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ ചുട്ടിക്കുട്ടി കളഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റാമ്പ്. അപ്പോൾ അത് ഞാൻ ചുട്ടിക്കുട്ടി കളഞ്ഞു. പിന്നെ ഈ ഒരു എന്താ പറയുക
പാറ്റേൺ പേപ്പർ ഞാൻ ഒട്ടിച്ചു വെച്ചു. പിന്നെ മെയിനായിട്ട് നമ്മുടെ ബി എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്ന ഒരു ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്ട്രോബെറി ആയിട്ടുണ്ട് എല്ലാത്തും. പിന്നെ ചെറിയുടെ ഈ ഒരു വാഷി ടേപ്പ് ഞാൻ ഒട്ടിക്കണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ കേട്ടോ വാഷി ടേപ്പ് എടുത്തത്. റൗണ്ട് വരച്ചിട്ടുള്ളതായിരുന്നു ഞാൻ എടുത്തത്. ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെങ്കിലും മറ്റേ അത് സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചിരിച്ചിരിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയായിട്ട് ചെയ്തത്. ഈ ഒരു സ്ട്രോബെറിയുടെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അവിടെയും പിന്നെ ഈ ഒരു ലേബിൾ പോലത്തെ ഒരു സാധനത്തിലും ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. ആ ലേബിൾ തന്നെയല്ലേ, അപ്പോൾ അവിടെയും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഹലോ കിറ്റീനെ അവിടെ വെച്ച് കൊടുത്തു. ഞാൻ വരയ്ക്കുന്ന ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പിന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇത്രയാണ് കേട്ടോ ഞാൻ ഈ ഒരു ജേർണലിൽ ചെയ്യുന്നത്. ഇനി എന്തോ ഒട്ടിക്കുന്നുണ്ടല്ലോ, ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്തു. ഒരെണ്ണയിൽ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഒട്ടിച്ചതാണ്. പിന്നെ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ അടുത്ത ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. ആ ഒരു ജേർണൽ വീഡിയോ ഒന്നും ഇടുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ മെയ് ജേർണലൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.